നയൻസ് ടോക്കിലേക്ക് സ്വാഗതം. വൈജയോട് എത്ര തന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്തതിനാൽ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് ബബിത ഇരിക്കുന്നത്. ബബിതയ്ക്ക് ആലോചിച്ചിട്ടൊരു സമാധാനവും കിട്ടുന്നില്ല. കാരണം അവളുടെ മനസ്സിലെ എന്തെന്നില്ലാത്ത സംശയങ്ങൾ കടന്നു കഴിഞ്ഞിരുന്നു. ഇത്രയും കാലം തൻ്റെ അമ്മയ്ക്ക് അലീന എന്നു കേട്ടാൽ വെട്ടിക്കൊല്ലാൻ നടന്നിരുന്ന സ്വഭാവമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാത്തിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു. ആരെങ്കിലും വന്ന് അവളെ ഒന്ന് കൊണ്ടുപോയിരുന്നുവെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ആളാണ്. ഇപ്പോൾ എല്ലാം നേരെ മറിച്ചായി. അവളെ കൊണ്ടുപോയതാരാണെന്നും കൊണ്ടുപോയത് എവിടേക്കാണെന്നൊക്കെ അറിയാനുള്ള തിടുക്കത്തിൽ ഇപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഉണ്ട്. ഇല്ലാതെ ഇങ്ങനെ അമ്മയുടെ സ്വഭാവം ഇത്രയ്ക്കൊന്നും മാറില്ലല്ലോ എന്നൊരു ടെൻഷനോട് കൂടി ബബിത ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ബബിതയുടെ ചിന്തകൾ കാട് കയറിക്കൊണ്ടിരിക്കെയാണ് ബബിതയ്ക്ക് കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന ഒരു കാര്യം ഓർമ്മയിൽ വന്നത്. ബബിത റൂമിൽ ചെല്ലുമ്പോൾ വൈജയന്തി എന്തോ ഡയറി തുറന്ന് വായിക്കുന്നുണ്ടായിരുന്നു. തന്നെ കണ്ടപ്പോൾ തന്നെ അത് മറച്ചു വയ്ക്കുന്ന രീതിയിൽ അങ്ങനെ എന്തോ ഒരു താൻ കാണരുതാത്തതെന്തോ ആയിരുന്നു എന്നൊരു തോന്നൽ ബബിതയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ ബബിതയുടെ മനസ്സിലേക്ക് അത് കടന്നു വരികയാണ്. എങ്ങനെയെങ്കിലും അത് കണ്ടെത്തണം. അതിലകത്ത് താൻ അന്വേഷിക്കുന്നതായിട്ടുള്ള എന്തൊക്കെയോ സത്യങ്ങൾ മറിഞ്ഞിരിപ്പുണ്ട് എന്ന് ബബിതയ്ക്ക് തോന്നുകയാണ്. എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് അമ്മയില്ലാത്ത നേരം നോക്കി അമ്മയുടെ റൂം പരിശോധിക്കാൻ തന്നെ ബബിത തീരുമാനിക്കുകയാണ്. ബാലചന്ദ്രൻ വരണമെന്ന് പറഞ്ഞത് പ്രകാരം രോഹിത്ത് പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് എത്തുകയാണ്. രോഹിത്ത് വന്ന പാടെ വൈജയന്തിയും ബബിതയൊക്കെ വന്ന് രോഹിത്തിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ രോഹിത്ത് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. അവൻ ആരോടും ഒന്നും ചോദിക്കുന്നുമില്ല. അങ്ങനെ അച്ഛനും കടന്നു വരികയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ട്രെയിനിൽ വന്നിട്ട് അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ചിങ്ങ് പോരുമായിരുന്നു അച്ഛാ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ റെയിൽവേ സ്റ്റേഷനിലേക്ക്? ഞാൻ വരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുകയാണ്, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അച്ഛനെ വിളിക്കാതിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ വിളിച്ച് വരാനുള്ള ദൂരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അച്ഛനെ വിളിക്കണമെന്ന ചിന്ത കടന്നു വരായിരുന്നത്. അങ്ങനെ ബബിതയോടും വൈജയോടും സംസാരിച്ചതിന് ശേഷം അവൻ ഡൈനിങ് ഹാളിൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ടും അവൻ നോക്കുന്ന ആളെ കാണുന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അച്ഛനോട് തന്നെ രോഹിത്ത് ചോദിക്കുകയാണ്, അച്ഛാ ചേച്ചി ഇല്ലേ ഇവിടെ? അത് കൊള്ളാം, നീ എന്ത് ചോദ്യമാണ് രോഹിത്തെ ചോദിക്കുന്നത്? അവൾ ഇവിടെ ഇല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? ഓ ശരിയാണല്ലേ, ഞാനത് മറന്നുപോയി അച്ഛാ. പെട്ടെന്ന് വന്ന് കയറിയപ്പോൾ ചേച്ചിനെ കാണാഞ്ഞിട്ട് ഞാൻ ചോദിച്ചതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബബിതയ്ക്ക് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. അപ്പോൾ ബബിത രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്ന കണ്ടു, നീ എന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ ആരുടെയും കൂടെ കൃഷ്ണമോളെയും നീ കണ്ടില്ല. എന്നിട്ട് എന്താ നീ കൃഷ്ണമോളെ ചോദിക്കാതിരുന്നത്? കൃഷ്ണമോള് അവൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കാതിരുന്നത്. ഒവ്വ എല്ലാവരെയും മനസ്സിലാകുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത മോളിലേക്ക് കയറിപ്പോവാണ്. ബാലചന്ദ്രനോടായി രോഹിത്ത് പറയുന്നുണ്ട്, ഇവൾക്ക് ഇന്നലെ തുടങ്ങിയതാണ് അച്ഛാ. ഇന്നലെ എനിക്ക് ഉറങ്ങാനുള്ള സമയം പോലും ഇവൾ തന്നിട്ടില്ല. 1-2 വട്ടം എന്നെ വിളിച്ചിരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിയോ, എന്നോടൊന്ന് പറയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇതുകൂടി കേട്ടതോടെ വൈജയന്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഞെട്ടൽ തോന്നുകയാണ്. അപ്പോൾ ബബിത ഇതെല്ലാം അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്. ഇതേ സമയം എല്ലാവരും താഴെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബബിത അമ്മയുടെ റൂമിൽ കയറി അമ്മയുടെ സെൽഫുകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അവൾ ആ ഡയറിയാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ബബിത വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അമ്മ വളരെ സൂക്ഷിച്ച് എവിടെയോ സ്വകാര്യമായി തന്നെ വെച്ചിരിക്കുകയാണത്. അതോടുകൂടി ബബിതയ്ക്ക് മനസ്സിലായി അതിനകത്ത് താൻ ഉദ്ദേശിക്കുന്നതായിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നും അമ്മയ്ക്ക് പുറത്താരും കാണാൻ പാടില്ലാത്തതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അതിലുണ്ടെന്നും മനസ്സിലാകുകയാണ്. താൻ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് തന്നെ വളരെ വിഷമത്തോടു കൂടി തന്നെ ബബിത തൻ്റെ റൂമിലേക്ക് പോകുകയാണ്. അപ്പോൾ ഈ സമയത്ത് രോഹിത്തിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് വൈജയന്തി. പക്ഷേ വൈജയന്തിയുടെ മുഖത്ത് പഴയ പോലെ ഒരു സന്തോഷമൊന്നും കാണാണ്ടായപ്പോൾ തന്നെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിത് എന്തു പറ്റി? അമ്മയ്ക്ക് പഴയ പോലത്തെ ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ മുഖത്ത്
എന്താ അമ്മേ കാര്യം എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിനോട് ഏയ് ഒന്നുമില്ലടാ, ഒന്നുമില്ല, നിനക്കത് തോന്നിയതായിരിക്കും. അതെന്താ, എനിക്ക് തോന്നിയതല്ലേ പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചുള്ളൂ. അമ്മയ്ക്കെന്താ ഞാൻ വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? നീ വന്നതിന് എനിക്കെന്താ കുഴപ്പം? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവനോട് ഇങ്ങനെ ഒരാവശ്യമില്ലാതെ ചൂടാവുകയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് അച്ഛനോട് ചോദിക്കുകയാണ്, ഇതെന്താ അച്ഛാ ഇങ്ങനെ, ഇവരോടൊന്നും തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനൊക്കെ അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്, നിന്നോടെല്ലാം ഞാൻ തുറന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞത്. എന്തായാലും നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എൻ്റെ അടുത്തേക്കൊന്ന് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. ഇതുകൂടി കേട്ടതോടെ രോഹിത്തിന് ഭക്ഷണമൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. രോഹിത്തിനൊന്നും കഴിക്കാനും തോന്നുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് പെട്ടെന്ന് തന്നെ ഭക്ഷണം മതിയാക്കിക്കൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛ എന്താ കാര്യം? അച്ഛൻ അത് പറഞ്ഞു പോന്നതോടെ എനിക്ക് ഭക്ഷണം പോലും ഇറങ്ങാത്ത അവസ്ഥയായി. എന്താ അച്ഛാ, അച്ഛൻ്റെ മുഖഭാവം കണ്ടിട്ട് എന്തോ വലിയ സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. രോഹിത്തെ, ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് തന്നെ നിന്നോട് സംസാരിക്കാൻ പോകുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനെയൊക്കെ നീ എങ്ങനെ തരണം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്നോ എനിക്കറിയില്ല. പക്ഷേ പറയാതിരിക്കാൻ എന്നെക്കൊണ്ടും കഴിയില്ല. ഇനിയെങ്കിലും നീയെങ്കിലും ഇതൊക്കെ അറിയണം. ബബിതയ്ക്ക് ഇതൊന്നും അറിയാനുള്ളൊരു പ്രാപ്തിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അലീന അവളിപ്പോൾ നിനക്ക് ആരാണ് മോനെ? അതെന്ത് ചോദ്യമാണ് അച്ഛാ? ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ ഞാൻ അവരെ കാണുന്നുള്ളൂ എന്ന്. സ്വന്തം ചേച്ചിയായിട്ട് കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരവസരത്തിൽ അവൾ നിൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നീ അറിഞ്ഞാൽ അതിനെ നീ എങ്ങനെയായിരിക്കും തരണം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവന് അച്ഛ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അച്ഛൻ വളച്ചുകെട്ടില്ലാതെ ഒന്ന് പറയുമോ? കുറേ നാൾ ഞങ്ങൾ കുറേ കഥകൾ കേട്ടതല്ലേ, അച്ഛൻ്റെ മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഞാൻ ഏകദേശം ഉൾക്കൊണ്ട് വരുമ്പോഴായിരുന്നു അതങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പിന്നീട് പറയുന്നതും ഇപ്പോൾ ഇതാ ചേച്ചിയെ വന്ന് ചേച്ചിയുടെ അച്ഛനോ അമ്മയോ ആരൊക്കെയോ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ചേച്ചിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് അച്ഛൻ അന്ന് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലാകെ ഒരു സങ്കടമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ വന്ന് കയറിയപ്പോഴും ചേച്ചി ഇവിടെ ഇല്ല എന്നുള്ള സത്യം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിരുന്നതും. അച്ഛൻ എന്താ ഇപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഓ, എനിക്കറിയാം ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചതാണ് ചേച്ചിയെ. എന്നിട്ടിപ്പോൾ വലിയ കാര്യത്തിൽ ഭയങ്കര സ്നേഹമുള്ള പോലെയൊക്കെ അഭിനയിക്കുകയാണോ സംസാരിക്കുകയാണോ എന്നൊക്കെ അച്ഛന് തോന്നിക്കാണും അല്ലേ എന്ന് പറയുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അല്ല മോനെ, നിൻ്റെ ഓരോ വാക്കുകളിലും അത് സത്യസന്ധതയോടുകൂടി പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യസന്ധതയോടുകൂടി പറയുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പറയുന്നതും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കാൻ ഇത്രയും കാലമൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി, എനിക്കത് മനസ്സിലാകും. ഞാൻ എന്തായാലും നിന്നെ നോക്കിയത് ആ ഒരർത്ഥത്തിലല്ല രോഹിത്തെ. ഞാൻ മറ്റൊരു കാര്യമാണ് ചിന്തിച്ചത്. ഈ രക്തത്തെ ഏതെങ്കിലും കാലത്ത് തിരിച്ചറിയുമെന്ന് പറയുന്നത് എത്രയോ സത്യമാണ് അല്ലേ? അച്ഛനെന്തോ കടങ്കഥയും പഴഞ്ചൊല്ലുകളും എല്ലാം പറയുന്നത് പോലെയാണ് രോഹിത്തിന് ആ സമയത്ത് തോന്നിയത്. രോഹിത്ത് അച്ഛൻ്റെ അടുത്തേക്കായി നടന്ന് ചെന്നുകൊണ്ട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛന് എന്നോട് എന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എന്നാൽ അച്ഛന് അതെങ്ങനെയാണ് എന്നോട് പറയേണ്ടതെന്നും അച്ഛന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അതും എന്നോട് ഇത്രയും തെറ്റുകൾ കാട്ടിക്കൂട്ടി ജീവിച്ചു പോകുന്ന ആരുടെയൊക്കെയോ ഔദാര്യം കൊണ്ടല്ലേ അച്ഛാ ഞാനിപ്പോൾ ജീവിക്കുന്നത്. ആ എൻ്റെ മുമ്പിലാണോ അച്ഛനിങ്ങനെ ചെറുതായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അച്ഛൻ പറഞ്ഞോ. ബാലചന്ദ്രൻ രോഹിത്തിനെ പിടിച്ച് കട്ടിയിൽ ഇരുത്തിക്കൊണ്ട് ബാലചന്ദ്രൻ മറ്റൊരു കസേരയിലേക്കായി ഇരുന്നു. രോഹിത്തിൻ്റെ കൈ തൻ്റെ കൈകളിലേക്ക് വെച്ചുകൊണ്ട് പതിയെ ആ കൈകൾ തലോടിക്കൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞു, രോഹിത്തെ,
അലീന നിൻ്റെ സഹോദരിയാണ്. അത് ഇപ്പോൾ അങ്ങനെ അവളെ കാണണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവൾ നിൻ്റെ രക്തത്തിൽ തന്നെ ജനിച്ച നിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് അവൾ. അച്ഛാ, അപ്പോൾ അന്ന് ആ പറഞ്ഞതൊക്കെ അച്ഛനെ മറ്റൊരു സ്ത്രീയിലുണ്ടായ, അപ്പം അത് സത്യമാണെന്നാണോ അച്ഛാ പറയുന്നത്? പിന്നെ എന്തിനായിരുന്നു അച്ഛാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിനെ തിരുത്താനൊക്കെ ശ്രമിച്ചത്? ഒരു കാര്യം പറഞ്ഞപ്പോൾ അത്രയും പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായതല്ലേ, അച്ഛൻ അതിൽ തന്നെ അങ്ങോട്ട് ഉറച്ചു നിന്നാൽ പോരായിരുന്നോ? അതങ്ങനെയൊന്നും അല്ല രോഹിത്തെ. നീ അറിയാത്തതായി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ രണ്ടാളും എന്നിൽ ജനിച്ച മക്കളാണ് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. നിങ്ങൾ രണ്ടാളും ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളാണെന്നാണ്. അച്ഛാ, എന്തായി പറയുന്നത്? രോഹിത്ത് ചാടി എഴുന്നേറ്റുകൊണ്ട് ബാലചന്ദ്രനോടായി ചോദിച്ചു. രോഹിത്തിൻ്റെ ശബ്ദം പുറത്തേക്കായി വന്നില്ലേ എന്ന് പോലും രോഹിത്തിന് സംശയം തോന്നി. രോഹിത്ത് വീണ്ടും ചോദിച്ചു, അച്ഛൻ എന്തായി പറയുന്നത്? അമ്മയാണോ അപ്പോൾ? അതോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ. അതെ, അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്, എന്നാൽ നീ അതിനെ ഉൾക്കൊള്ളണമെന്ന്. ബാലചന്ദ്രൻ രോഹിത്തിനെ തൻ്റെ മുമ്പിലേക്കായി വീണ്ടും പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. രോഹിത്തെ, അവളുണ്ടല്ലോ അലീന വൈജയ്ക്ക് പിറന്ന ആദ്യത്തെ കുഞ്ഞാണ്. അല്ലാതെ നീ ആയിരുന്നില്ലടാ അവൾക്ക് ജനിച്ച ആദ്യത്തെ കുഞ്ഞ്. എനിക്ക് എൻ്റെ മക്കളായിട്ട് ജനിച്ചത് നീ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല രോഹിത്തെ. അലീനയും ഇന്നെൻ്റെ മകളാണ്, മൂത്ത മകൾ തന്നെ. നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് അവൾ. അത് മനസ്സിലാക്കാൻ കൃഷ്ണമോൾക്ക് അധികം കാലം വേണ്ടി വന്നിരുന്നില്ല. അവളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അലീനയെ ഇങ്ങനെ സ്നേഹിക്കുന്നതും കൊണ്ടു നടക്കുന്നതും. പക്ഷേ നിനക്ക് നിൻ്റെ ഒരാവശ്യം വേണ്ടി വന്നു. അവളെ നിന്നിലേക്ക് അല്ലെങ്കിൽ നിന്നോട് കൂടി നിർത്തണമെന്ന് നിനക്ക് ചിന്തിക്കാൻ. എന്നാൽ അതിനൊക്കെ അപ്പുറം നീ പറഞ്ഞില്ലേ നീ ചേച്ചിയായിട്ടാണ് കാണുന്നതെന്ന്. അത് ചേച്ചിയായിട്ട് കാണേണ്ട ആവശ്യമില്ല. അവൾ നിൻ്റെ ചേച്ചി തന്നെയാണ്. ബാലചന്ദ്രൻ നോക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരുന്ന് കരയുന്ന രോഹിത്തിനെയാണ് കാണുന്നത്. രോഹിത്തിന് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. രോഹിത്ത് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. അലീന പലപ്പോഴായിട്ട് തന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ അങ്ങനെ കാണരുത്, എന്നെ അങ്ങനെ നോക്കരുത്, പാപമാണെന്ന്. ശരിയാണ്, ഞാനൊരു പാപി തന്നെയാണ്. ഏതോ ചിന്തകളിലേക്ക് കടന്നു കയറിയ രോഹിത്തിൻ്റെ തോളിലായി ബാലചന്ദ്രൻ തട്ടിയതും അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അവൻ കരയുകയായിരുന്നു. ബാലചന്ദ്രൻ എന്താ മോനെ എന്ന് ചോദിച്ചതും ബാലചന്ദ്രനെ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് രോഹിത്ത് കരഞ്ഞു. അച്ഛാ, ഞാനൊരു മഹാപാപി തന്നെയാണ് അല്ലേ? സ്വന്തം ചേച്ചിയോട് പോലും ഞാൻ എന്തിനാ അച്ഛാ ഇനി ജീവിച്ചിരുന്നിട്ട്? എടാ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. നീ അത് ചിന്തിച്ചാണോ കരയുന്നത്? ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. കരയാതിരിക്കുക രോഹിത്തെ. അവൾക്കറിയാമല്ലോ നീ അവളുടെ അനിയനാണെന്ന്. അവൾ അങ്ങനെ മാത്രമല്ലേ നിന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നീ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവളെ തെറ്റിദ്ധരിച്ചു. സാരില്ലടാ, അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. അച്ഛൻ എങ്ങനെയാണപ്പോൾ ഇതൊക്കെ അറിഞ്ഞത്? അച്ഛൻ എങ്ങനെയാണച്ഛാ ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്? നീ പിന്നെ എന്ത് വിചാരിച്ചു രോഹിത്തെ? അച്ഛൻ്റെ കല്ല് പോലത്തെ ഹൃദയം ഇതുകൂടി കേട്ടപ്പോഴല്ലേടാ അന്ന് തകർന്നു പോയത്. അച്ഛനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഞങ്ങളാരും നിന്നില്ല അല്ലേ അച്ഛാ? അച്ഛന് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയാമായിരുന്നു. ആരോട് പറയാനാണ്? ആർക്കിതൊക്കെ മനസ്സിലാകും? ഞാനിതൊക്കെ പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും അതൊക്കെ ഉൾക്കൊള്ളുമോ? കൃഷ്ണമോള് പോലും ഒരവസരം വന്നപ്പോൾ അലീനയെ വെറുക്കുന്നു എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അവർക്കിടയിൽ ഒരു അകൽച്ച വരുന്നു എന്ന് തോന്നിയപ്പോഴാണ് കൃഷ്ണമോളോട് പോലും എനിക്കത് പറയേണ്ടി വന്നത്. പാവം എൻ്റെ കുഞ്ഞ്. ഇതെല്ലാം കേട്ടിട്ട് എന്നെ കെട്ടിപ്പിടിച്ചന്ന് ഒരുപാട് കരഞ്ഞടാ. ഇതെല്ലാം കേട്ടപ്പോൾ രോഹിത്തിനും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അച്ഛനെ മനസ്സിലാക്കാൻ ഞങ്ങളെല്ലാവരും ഒരുപാട് വൈകിയിരിക്കുന്നു. അച്ഛാ, എന്നിട്ട് അച്ഛനിതൊക്കെ അറിഞ്ഞിട്ടാണോ അപ്പോൾ അലീനയെ? അല്ല,
ചേച്ചിയെ ഇവിടെ കൊണ്ടുവന്നത്? അല്ല മോനെ, അവളിവിടെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിത്തുടങ്ങി. നീ അവളോട് അത്രയും ദ്രോഹം ചെയ്തിട്ടും നിന്നെ അവൾ ഒരു കേസ് പോലും കൊടുക്കാതെ അവൾ നിന്നെ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് സംശയങ്ങൾ തോന്നിയപ്പോഴാണ്. അവളന്ന് മുത്തശ്ശിയുടെ ഫോണാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോണിൽ അവൾ പോലും അറിയാതെ ആ റെക്കോർഡ് ഞാൻ ഓണാക്കി വെച്ചത്. അവൾ പലപ്പോഴായി രേവതിക്കുട്ടിയോട് ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും പറയുന്നത്. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത്. പിന്നെ അവൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എല്ലാം ഒന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കാനും ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാനന്ന് ഗംഗാധര വലിച്ചൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്ന് എല്ലാം സംസാരിച്ച് വന്നപ്പോൾ അങ്കിൾ അതെന്നോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. കാരണം അങ്കിളിനെ അല്ലാതെ വേറൊരവസ്ഥയില്ലല്ലോ, സമ്മതിക്കുക തന്നെ വേണം. കാരണം ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയായിരുന്നു അന്ന് ചെന്നത്. എന്നാൽ അങ്കിളിനറിയില്ലായിരുന്നു അലീനയായിരുന്നു ആ കുഞ്ഞെന്ന്. ആർക്കും അതറിയില്ല. എല്ലാവരോടും ഇവിടെ വൈജയുടെ അച്ഛൻ, നിങ്ങളുടെ മുത്തച്ഛൻ വിശ്വസിപ്പിച്ചിരുന്നത് അന്ന് വൈജ ആ പ്രസവത്തോടു കൂടി തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ്. അത് പറഞ്ഞ് തന്നെയാണ് വൈജയെയും അവർ വിശ്വസിപ്പിച്ച് പറഞ്ഞ് മനസ്സ് മാറ്റി എന്നെക്കൊണ്ട് വിവാഹവും നടത്തിയത്. വിവാഹശേഷവും വൈജ എന്നെ സ്നേഹിച്ച് എന്നെ വിശ്വസിച്ച് പരസ്പരം എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നൊരു ഭാര്യ തന്നെയായിരുന്നു. അതിലൊന്നും അവളോട് എനിക്കൊരു കുറ്റവും ഇതുവരെയും തോന്നിയിട്ടില്ല. പക്ഷേ അവളായിട്ട് എന്നോട് ഇതെല്ലാം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നു രോഹിത്തെ. ഇതിപ്പോൾ ഞാനായിട്ട് അറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അന്ന് ഇടിയ പൊളി അന്ന് വീണത്. സത്യം പറഞ്ഞാൽ അച്ഛനെ അവരെല്ലാവരും കൂടി ചതിക്കുക തന്നെയായിരുന്നു അല്ലേ അച്ഛ? എന്നിട്ടും അച്ഛൻ എങ്ങനെയാണ് ഇതെല്ലാം സഹിച്ചു നിന്നത്? എല്ലാവരും അച്ഛനെ കുറ്റപ്പെടുത്തല്ലേ ചെയ്തുള്ളൂ. ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞുവെന്ന് എനിക്ക് പിന്നീട് എല്ലാവരോടും പറയേണ്ട ഒരവസ്ഥ വന്നു. കാരണം അന്ന് അവരെല്ലാവരും കൂടി അലീനയെ പിടിച്ചുകൊണ്ടുപോയി മറ്റൊരു നാട്ടിലേക്ക് അയക്കാനോ എന്തൊക്കെയോ ശ്രമങ്ങൾ അന്ന് അവർ നടത്തിയിരുന്നല്ലോ. ആ ശ്രമം പിന്നീട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശിവനോടും രാജീവനോടുമെല്ലാം എനിക്ക് അലീന ആരാണെന്ന സത്യം അറിയിക്കേണ്ടി വന്നത്. ഓ, അപ്പോൾ അവരെല്ലാവരും അതറിഞ്ഞു അല്ലേ അച്ഛ? അറിഞ്ഞു മോനെ, അതറിഞ്ഞു. അപ്പോൾ മനുവേട്ടനും ഹരിക്കും കമലാൻ്റിക്കും എല്ലാവർക്കും അറിയോ? അവർക്കൊന്നും അറിയില്ലടാ, മനുവിനറിയാം. അവൻ ഒരിക്കൽ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു. അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെ എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അവനൊരു റോൾ മോഡലായി കണക്കാക്കിയിരുന്നത് എന്നെയാണത്രേ. ആ എന്നിൽ നിന്നും അവൻ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ലെന്ന്. അങ്ങനെ പറയുന്ന അവൻ്റെ മുമ്പിലേക്ക് എനിക്ക് വീണ്ടും എന്നെ തന്നെ കുറ്റക്കാരനാക്കി നിർത്താൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ വൈജാൻറ്റി തന്നെയാണ് നിൻ്റെ അലീനയുടെ അമ്മ എന്ന്. സത്യം പറഞ്ഞാൽ അന്ന് അവനും അത് താങ്ങാൻ കഴിഞ്ഞില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അലീന അവനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞില്ലെന്ന വിഷമം. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് എന്നെ എല്ലാവരും ക്രൂശിച്ചു എന്നതിനും എന്ത് പറയാനാ, അവനും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. സോറി അച്ഛ, ഞാനിതൊന്നും അറിഞ്ഞില്ല. അച്ഛനെപ്പോലെ ഒരച്ഛനെ കിട്ടിയതാ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യം, അമ്മയുടെയും. അമ്മ എന്നിട്ടും അമ്മ എന്താ അച്ഛാ ഇങ്ങനെ ആയിപ്പോയത്? അമ്മയുടെ ഭാഗത്ത് നിന്നും ഇത്രയ്ക്കും തെറ്റുകൾ സംഭവിച്ചിട്ടും അമ്മ എന്താ അതൊന്നും സമ്മതിക്കാതെ? എനിക്കറിയില്ല അച്ഛാ, ഞാനിത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും. പക്ഷേ അച്ഛാ, എനിക്കൊരു കാര്യമുണ്ട്. എനിക്ക് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ തന്നെ എനിക്ക് തിരിച്ച് ക്ലാസ്സിൽ കയറാനുള്ളതാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് ചേച്ചിയൊന്ന് കാണണം. ഇത്രയും കാലം കണ്ട പോലെയല്ല, എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട്. അല്ല അച്ഛാ, അച്ഛൻ എന്തിനാണ് ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാതിരുന്നിട്ടും ഇപ്പോൾ അച്ഛൻ ഈ അവസാന നിമിഷത്തിൽ പറഞ്ഞു വിട്ടത്? അത് മാത്രമല്ല, അപ്പോൾ അതാണോ അച്ഛാ ചേച്ചിയുടെ സ്വന്തം അച്ഛൻ? അതേടാ, അതാണ് അവളുടെ അച്ഛൻ, സ്റ്റാൻലി. അപ്പോൾ അതൊക്കെ അച്ഛൻ തന്നെ കണ്ടുപിടിച്ചോ? അതൊക്കെ ഒരു വലിയ കഥയാണ് രോഹിത്തെ. നിന്നോട് ഇപ്പം തന്നെ എനിക്കെല്ലാം പറയാൻ പറ്റുമോ?
അതെല്ലാം ഞാൻ നിന്നോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. എന്താ പോരെ? അച്ഛൻ ഇതുകൂടി ഒന്ന് പറ. എന്തിനാണ് ചേച്ചി ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്? അച്ഛൻ ചേച്ചിയെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചു. അമ്മ അറിഞ്ഞു അത് മകളാണെന്ന്. എന്നിട്ടും എന്തിനാ ഈ സമയത്ത് അച്ഛൻ ചേച്ചിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്? എടാ, അത് ചേച്ചി ഇവിടെ നിന്ന് പോയപ്പോഴല്ലേ അമ്മ അറിഞ്ഞുള്ളൂ. ഇനി അവൾ കിടന്ന് ഇത്തിരി പാടുപെടട്ടെ. സ്വന്തം മകൾ കണ്ണും മുമ്പിലുണ്ടായിരുന്നപ്പോൾ പോലും കൊന്നു കളയാനും കത്തിച്ചു കളയാനും അല്ലേ വൈജ നടന്നിരുന്നത്. അപ്പോൾ പിന്നെ അവളൊന്ന് കണ്ണു നിറയെ കാണാൻ ഇനി പാടുപെടട്ടെടാ. അച്ഛാ, എനിക്കെന്തോ വല്ലാത്ത മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ഞാനിനി അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മയോട് ഞാൻ എങ്ങനെ സംസാരിക്കും? എന്തോ പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. അതെന്തിന്? നീ ഒന്നും അറിഞ്ഞിട്ടില്ല രോഹിത്തെ. നീ അങ്ങനെ വേണം പെരുമാറാൻ. നീ കൃഷ്ണമോളെ കണ്ടില്ലേ? അവൾക്കെല്ലാം അറിയാം. അവൾ എന്നിട്ടും എന്തെങ്കിലും അറിയുന്ന പോലെയാണോ അവൾ കാണിക്കുന്നതും പെരുമാറുന്നതും? അതുപോലെ വേണമെടാ. രോഹിത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളാൾ കള്ളി തന്നെയാണ് കേട്ടോ അച്ഛാ. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്തൊരു നാടകമായിരുന്നു അവളുടെ. അല്ല അച്ഛാ, അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ? അന്ന് ആ ചേച്ചിയെ അവിടെ നിന്നും ഒഴിവാക്കി വിട്ടതല്ലേ മുത്തച്ഛനൊക്കെ കൂടി? പിന്നെ എന്തിനാണ് ഈ ലാസ്റ്റ് മുത്തച്ഛൻ്റെ അവസാന നിമിഷത്തിൽ ചേച്ചിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെന്ന് മുത്തച്ഛൻ പറഞ്ഞേൽപ്പിച്ചത്? അതിനെക്കുറിച്ച് എന്താ അച്ഛന് തോന്നുന്നത്? അതിപ്പോൾ എന്താ പറയുക? ചിലപ്പോൾ അവസാന നിമിഷമായിരിക്കും മുത്തച്ഛൻ ചെയ്തു പോയതൊക്കെ തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടാവുന്നത്. കാരണം പ്രസവിച്ച ഉടനെ തന്നെ തൻ്റെ അമ്മയിൽ നിന്നും ഒരു കുഞ്ഞിനെ തട്ടി മാറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം ദുഷ്ടപ്രവൃത്തിയാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ മുത്തച്ഛന് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും മുത്തച്ഛൻ അങ്ങനെ മാറ്റി നിർത്തിയത്. പിന്നെ ആ ഓർഫനേജിൻ്റെ അവസ്ഥയും വളരെ മോശമായല്ലോ. ബ്രിജിത എന്ന് പറയുന്ന അലീനയെ നോക്കിയിരുന്ന സ്ത്രീയൊക്കെ മരിച്ചു. അങ്ങനെ അവളവിടെ നിർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിശദമായിട്ട് അറിയില്ലടാ. കാരണം നമ്മൾ ആരോടാ ചോദിക്കുക? മുത്തച്ഛനില്ലല്ലോ. അല്ലെങ്കിൽ ആ മുഖത്ത് നോക്കി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. പിന്നെ എന്തിനാ എന്ന് വെച്ചിട്ടാ. പക്ഷേ രോഹിത്തെ, വൈജയോട് ഞാൻ അതിനൊക്കെ പകരം വീട്ടിയിട്ട് തന്നെ ഇരിക്കും. കാരണം അവൾ ഇത്രമാത്രം കാട്ടിക്കൂട്ടിയിട്ടും അവളുടെ ആ ഒരു ഞാനെന്ന ഭാവമുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചിട്ട് മാത്രമേ ഇനി ഞാനും അവളും തമ്മിലൊരു ജീവിതം തുടങ്ങും. പക്ഷേ നിങ്ങൾ 4 മക്കളും എൻ്റെ സ്വന്തം തന്നെയാണ്. നീയും ബബിതയും കൃഷ്ണമോളും പോലെ തന്നെയാണ് എനിക്ക് അലീന. നിനക്കും അതുപോലെ തന്നെ ആവണം കേട്ടോ. നിനക്കൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. കാരണം 3 സഹോദരിമാർക്ക് ആകെയുള്ളൊരാങ്ങളെയാണ് നീ. അലീന എപ്പോഴും പറയുന്നൊരു വാചകമാണത്. അവൻ നല്ല നിലയിലായാൽ മാത്രമേ നമ്മളുടെ കുടുംബം നല്ല രീതിക്ക് പോവുള്ളൂ അച്ഛാ എന്ന്. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ടതും രോഹിത്തിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. രോഹിത്ത് അച്ഛനോടായി പറഞ്ഞു, അച്ഛാ, ഇന്ന് തന്നെ നമുക്ക് ചേച്ചിയെ കാണാൻ പുറപ്പെട്ടാലോ? പ്ലീസ് അച്ഛാ, വേണമെങ്കിൽ നമുക്ക് കൃഷ്ണമോളെയും കൊണ്ടുപോകാം. ചേച്ചിക്കും അതൊരുപാട് സന്തോഷമാവില്ലേ? എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ നമുക്ക് ചേച്ചിയുമായി പോരാം. എന്താ അച്ഛൻ്റെ അഭിപ്രായം? അത് മാത്രം നടക്കില്ല രോഹിത്തെ. അലീനയെ തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കാനുണ്ട്. അതൊക്കെ സാവധാനം നടന്നുകൊള്ളൂ. നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. എന്തായാലും നമുക്ക് 3 പേർക്കും കൂടി അലീനയെ കാണാൻ ഉടനെ തന്നെ പുറപ്പെടാം. തുടർ വീഡിയോ ഈ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ച് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.